Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. Wa ashhadu anna Muhammadan 'abduhu wa rasuluhu. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അവൻ്റെ അടിയാങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ പരസ്പരം പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ള മിക്കപ്പോഴും മത ഉത്ബോധന സദസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ്, വേറെ എന്തിനേക്കാളും മറ്റെന്തു കാര്യത്തെക്കാളും നമ്മൾ വിശ്വാസികളും വിശ്വാസിനികളുമായതുകൊണ്ട് ദീനായിരിക്കണം നമുക്ക് വലുത്. വേറെ എന്തിനേക്കാളും നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് ദീനിനാണ് എന്ന് നമ്മൾ പറയാറുള്ളതാണ്, പറഞ്ഞു കേൾക്കാറുള്ളതാണ്. എന്ത് കാര്യത്തെക്കാളും ദീനിനാണ് മുൻഗണന. എന്നാൽ ഒന്ന് ആഴത്തിൽ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുത എന്ന് പറയുന്നത്, ആ പ്രയോഗം അതിലൊരു പിശകുണ്ട്, അങ്ങനെ പറയുന്നതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അഥവാ വേറെന്തു കാര്യത്തെക്കാളും ദീനിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് എന്ന് പറയുന്നിടത്തൊരു പ്രശ്നമുണ്ട്. അതെന്താണ് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻഗണന എന്ന് പറഞ്ഞ സംഗതി അത് ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അതിലധികം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് സാധ്യമാകുന്നിടത്താണ്. ഒന്നിൽ കൂടുതൽ ഓപ്ഷനുകൾ നമ്മുടെ മുമ്പിലുണ്ട്. രണ്ടോ അതിലധികമോ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. അപ്പോഴാണ് ഒന്നിനെ മറ്റൊന്നിനേക്കാളും നമ്മൾ മുന്തിക്കുക. അപ്പോഴാണ് ഒന്നിന് മറ്റേതിനേക്കാളും നമുക്ക് പ്രാധാന്യം നൽകാൻ സാധിക്കുക. എന്നാൽ ദീന് അങ്ങനെ മറ്റുള്ള കാര്യങ്ങളുമായി കമ്പയർ ചെയ്ത് തുലനം ചെയ്ത് അങ്ങനെ തെരഞ്ഞെടുക്കേണ്ട ഒന്നാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോഴാണല്ലോ ദീനിന് മുൻഗണന. വേറെ കാര്യങ്ങളുമായി താരതമ്യം ഉണ്ടാകുമ്പോഴാണല്ലോ ദീനിന് നമ്മൾ കൂടുതൽ പരിഗണന കൊടുക്കുക അല്ലെങ്കിൽ മുൻഗണന കൊടുക്കുക എന്ന് പറയേണ്ടി വരിക. അങ്ങനെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ ഇല്ല. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം
ഒരു വിശ്വാസിയായ ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരു മുഅ്മിനിനോ മുഅ്മിനത്തിനോ പാടുള്ളതല്ല. ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ വിധി പറഞ്ഞിട്ട്, തീർപ്പ് പറഞ്ഞിട്ട്, പിന്നീട് സ്വന്തം ഇഷ്ടായിട്ട് വേറൊന്ന് തെരഞ്ഞെടുക്കുക, സ്വന്തമായി ഒരു തെരഞ്ഞെടുപ്പുണ്ടാവുക, ഒരു ഖിയറത്തുണ്ടാവുക, അതൊരു വിശ്വാസിയായ ആണിനോ പെണ്ണിനോ പറ്റില്ല, പാടുള്ളതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മോട് പറയുന്നു. അപ്പൊ ദീൻ എന്താണ് എന്നുള്ളത് വളരെ വളരെ കൃത്യമായി കണിശമായി നമ്മുടെ മുമ്പിൽ വെക്കപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ആ ദീന് അത് തീരുമാനിക്കപ്പെട്ടിട്ട് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും വിധി അതിൽ തീർപ്പുണ്ടായിട്ട് പിന്നെ ആ വിഷയങ്ങളിൽ വേറൊരു തീരുമാനം അല്ലെങ്കിൽ വേറൊരു തെരഞ്ഞെടുപ്പ്, വേറൊരു മുൻഗണന, അതെങ്ങനെയാണ് ഒരു വിശ്വാസിക്കുണ്ടാവുക സാധ്യമാകുന്നത്? ഞങ്ങൾ വിചാരിക്കും ദീനല്ലാത്ത വേറെ എത്രയോ കാര്യങ്ങളുണ്ട്, ദീനല്ലാത്ത വേറെ എത്രയോ കാര്യങ്ങളുണ്ട്, അവിടൊക്കെ തെരഞ്ഞെടുപ്പ് ആയിക്കൂടെ എന്നായിരിക്കും ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യം. സഹോദരങ്ങളെ, ദീനല്ലാത്ത ഒരു കാര്യം പറയും, ദീനല്ലാത്ത ഒരു കാര്യം പറയും. ഒരു വിശ്വാസിക്ക് വിശ്വാസിനിക്ക് ദീനല്ലാത്ത ഒരു കാര്യം പറയും. അങ്ങനെ ഏത് കാര്യമുള്ളത്? അങ്ങനെ ഏത് കാര്യമാണുള്ളത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ദീനാണ്. ഭക്ഷണം കഴിക്കണതിൽ ദീനുണ്ട്. ഭക്ഷണം കഴിക്കുന്നിടത്ത് എന്തൊക്കെ മര്യാദകൾ പഠിപ്പിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. വലതു കൈ കൊണ്ട് കഴിക്കണം, അടുത്തുനിന്ന് കഴിക്കണം, ബിസ്മി ചൊല്ലി കഴിക്കണം, കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണം, മിതമായി കഴിക്കണം, അങ്ങനെ എമ്പാടും മര്യാദകൾ. അതുമാത്രവുമല്ല, ഒരു വിശ്വാസി ഒരു വിശ്വാസിനി അവൾ ഭക്ഷണം കഴിക്കുമ്പോ എന്താ നിയ്യത്ത്? ഈ ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യം ഉണ്ടായി പടച്ചോന്റെ മുമ്പിൽ കുമ്പിടാനും നിസ്കരിക്കാനും നോമ്പോക്കാനും അതിനൊക്കെയുള്ള ആരോഗ്യം വേണം. അങ്ങനെ നിയ്യത്തുള്ള ഒരാളെ സംബന്ധിച്ച് ഭക്ഷണം കഴിക്കണം എന്താണ്? ദീനാണ്. ഒരാൾ എന്തു കാര്യം ചെയ്യുമ്പോഴും വിശ്വാസിയാണ്, ഒരു വല്ലാത്ത ഹൈറതിലുണ്ട്, വല്ലാത്ത ഒരു നിഅമത്താണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, എന്തു ചെയ്താലും നമുക്ക് പ്രതിഫലത്തിന് വകയുണ്ട്. അതാണ് പണ്ഡിതന്മാര് പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കും എത്രയെത്ര മനുഷ്യന്മാരാണ്, എത്ര അനുഗ്രഹീതരാണ് അവർ അവരുടെ ആദത്തുകൾ ചെയ്യുന്നിടത്തു പോലും. ആദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിത്യമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദിനചര്യകൾ, ദൈനംദിനം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ആദത്തുകൾ പോലും ഇബാദത്തുകളാക്കി മാറ്റാൻ കഴിയുന്ന, പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന എത്രയെത്ര അനുഗ്രഹീതരാണ് എന്ന്. നമ്മൾ രാവിലെ എണീച്ച് പല്ല് വെച്ച് കഴിഞ്ഞാൽ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു മിസ്വാക്ക് ചെയ്യാന്ന. ആ സുന്നത്ത് അത് പിന്തുടർന്നുകൊണ്ട് നല്ല നിയ്യത്തോടുകൂടി നമ്മൾ മിസ്വാക്ക് ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ആ പല്ലേക്ക് ഒരു ദിനചര്യ ചെയ്യാണ്. നമ്മൾ അതിന് കൂലിയാണ്, മനസ്സിലായോ? അതിന് കൂലിയാണ്, കുളിച്ചാ കൂലിയാണ്, നല്ലൊരു കുപ്പായ എടുത്തിട്ട കൂലിയാണ്, അധ്വാനിക്കാൻ വേണ്ടി പുറത്തിറങ്ങി വരുമാനം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ കൂലിയാണ്, ആ വരുമാനത്തിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിലുള്ളവർക്ക് ഊട്ടിക്കഴിഞ്ഞാൽ അതിൽ കൂലിയാണ്. നമ്മളൊരു വിവാഹം കഴിക്കുന്നുവെങ്കിൽ അതിനെ ഒരു വിശ്വാസിക്ക് വിശ്വാസിനിക്ക് പുണ്യമാണ്. അങ്ങനെ വിവാഹം കഴിച്ച് ഭാര്യയുമായി ഒരു തമാശ പറയുന്നതിൽ പോലും നമുക്ക് പുണ്യമുണ്ട്. അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുവെങ്കിൽ അതിൽ നമുക്ക് പുണ്യമുണ്ട്. അങ്ങനെ അള്ളാഹു നമ്മെ ഒരു സന്താനം കൊണ്ട് അനുഗ്രഹിക്കുന്നുവെങ്കിൽ ആ സന്താനം ജനിക്കുന്ന സമയത്ത് പോലും ഒരുപാട് സുന്നത്തുകൾ പഠിപ്പിക്കപ്പെട്ടുണ്ട്, അതിലൊക്കെ കൂലിയുണ്ട്. ആ സന്താനത്തിന് നല്ല തർബിയത്തും തസ്കിയത്തും കൊടുക്കുന്നിടത്ത് നമുക്ക് പുണ്യമുണ്ട്. നമ്മളൊന്ന് ശ്വാസം വലിച്ചു വിട്ടാൽ പോലും സഹോദരങ്ങളെ നമുക്ക് പുണ്യമുണ്ട്. കാരണം എന്താ? നമ്മൾ ശ്വാസം വലിച്ചു വിടുന്നത്, നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് ഇബാദത്തിനു വേണ്ടിയാണ്. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. അതല്ലാത്ത അതിനെ കവച്ചു വെക്കുന്ന യാതൊന്നും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ അനിവാര്യമായും ജീവൻ നിലനിർത്താൻ വേണ്ടി പോലും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം അതെന്തായാലും ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ അതിനുപോലും നമുക്ക് പുണ്യമുണ്ട്. എത്രയെത്ര അനുഗ്രഹീതരാണ് ആദത്തുകൾ പോലും ഇബാദത്തുകളാക്കി മാറ്റുന്നവരെന്ന്. അതേപോലെ തന്നെ നേരെ തിരിച്ചുണ്ട്. എത്രയെത്ര ദൗർഭാഗ്യവാന്മാരാണ് അവരവരുടെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ ഒരുപക്ഷെ നല്ല നിയ്യത്തോടുകൂടി, നല്ല മനസ്ഥിതിയോടുകൂടി, നല്ല അർപ്പണബോധത്തോടുകൂടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അവർ ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് വലിയ പുണ്യം ലഭിക്കുമായിരുന്നു. പക്ഷേ അതില്ലാത്തത് കൊണ്ട് തന്നെ, ആ നിശ്ചയബോധ്യമില്ലാത്തത് കൊണ്ട് തന്നെ, ആ നല്ല നീയത്തും അർപ്പണബോധവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ഇബാദത്തുകൾ പോലും വെറും ആദത്തുകളായി, ദിനചര്യകൾ പോലെയായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കൊന്നും ലഭിക്കുന്നില്ല, ഒരു പ്രതിഫലവും അവർക്ക് ലഭിക്കുന്നില്ല. എത്ര ദൗർഭാഗ്യവാന്മാരാണ് ഇബാദത്തുകൾ പോലും ആദത്തുകളാക്കി മാറ്റുന്നവർ.
സഹോദരങ്ങളെ, നമ്മൾ ഇതിൽ എവിടെ നിൽക്കും? നമുക്കെല്ലാം ദീനാണ്, എല്ലാം ദീനാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഈ പ്രതിഫലം അത് കാംക്ഷിക്കാനുള്ള, അത് പ്രതീക്ഷിക്കാനുള്ള വകുപ്പുണ്ടോ? ആ നിലവാരത്തിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടോ? ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും വിധിയും തീർപ്പും എല്ലാ വിഷയങ്ങളിലും നമ്മുടെ മുമ്പിലുണ്ടായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്താണ്? നമ്മൾ എന്തിനാണ് പരിഗണന കൊടുക്കുന്നത്? നമ്മൾ എന്തിനാണ് മുൻഗണന കൊടുക്കുന്നത് എന്നുള്ളത് ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിർ അതിലെ 32-ാം വചനത്തിൽ അള്ളാഹു 3 വിഭാഗം ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഞാൻ ആമുഖമായി നിങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്താണ്. സൂറത്ത് ഫാത്തിറിലെ 32-ാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നു, ثُمَّ أَوْرَثْنَا الْكِتَابَ الَّذِينَ اصْطَفَيْنَا مِنْ عِبَادِنَا. ഈ കിതാബിനെ അഥവാ പരിശുദ്ധ ഖുർആനിനെ, ഈ ഖുർആനിനെ നമ്മുടെ ഇബാദിയങ്ങളിൽ നിന്ന്, നമ്മുടെ അടിയാങ്ങളിൽ നിന്ന് അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് അവൻ ഉടമപ്പെടുത്തി കൊടുത്തു, അതിനെ അനന്തരമാക്കി കൊടുത്തു. എന്തിനെ? ഖുർആനിനെ. ആരാ സഹോദരങ്ങളെ ഈ തൃപ്തിപ്പെട്ടവരെന്ന് പറയുന്ന? അള്ളാഹുവിന്റെ അടിമകൾ നമ്മളാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളായി നമ്മളെ കുറിച്ചായി പറഞ്ഞത്. ഈ ഗ്രന്ഥം ഉടമപ്പെടുത്തി കൊടുക്കപ്പെട്ട, ഈ ഗ്രന്ഥം അനന്തരമാക്കി നൽകപ്പെട്ട അനുഗ്രഹീതരായ ഒരു ഉമ്മത്താണ് നമ്മൾ. നമ്മളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തെരഞ്ഞെടുത്തു എന്നാണ്, ഉടമപ്പെടുത്തി കൊടുത്തു എന്നാണ്, അനന്തരമാക്കി കൊടുത്തു എന്നാണ്. എന്തിനെ? അനുഗ്രഹീതമായ പരിശുദ്ധ ഖുർആനിനെ. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഈ ഉമ്മത്ത്, ഈ ഖുർആൻ കൊണ്ട് നടക്കുന്ന ഖുർആനിന്റെ ആളുകളായ ഈ ഉമ്മത്ത് 3 തരക്കാരാണ്. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി. അവരുടെ കൂട്ടത്തിൽ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഈ പറയാൻ പോണ 3 വിഭാഗം ആളുകളും നന്മ ചെയ്യുന്നവരാണ്, നന്മയെക്കുറിച്ച് അറിയുന്നവരാണ്, ദീനെന്താണെന്ന് ബോധ്യപ്പെട്ടവരാണ്, അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്, ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. പക്ഷേ അതിൽ തന്നെ 3 വിഭാഗങ്ങൾ. ഒന്നാമത്തത് ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയ ആളുകൾ, അവനവനോട് അതിക്രമം പ്രവർത്തിച്ച ആളുകളാണ് അതിൽ ഒന്നാമത്തെ വിഭാഗം. ളാലിമുൻ ലിനഫ്സി. മഹാരഥന്മാരായ മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പല നിലക്കുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തഫ്സീർ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടേതാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഓരോ വിഭാഗവും ആരാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാണ്. ളാലിമുൻ ലിനഫ്സി, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചവരെന്ന് പറഞ്ഞാൽ ആരാണ്? അവിടുന്ന് പറയുന്നു, അഥവാ അവർ നന്മകളൊക്കെ, നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണവർ. നിർബന്ധമായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അവർ ചെയ്യും. അതിലവർ വീഴ്ച വരുത്തുന്നില്ല. 5 നേരത്തെ നിസ്കാരം കറക്റ്റാണ്, ഒരു കുഴപ്പമില്ല. റമദാനായ നോമ്പ് കൃത്യമാണ്. സക്കാത്ത് കൊടുക്കാണ്ടോ ഒരു കൊടുക്കും, അതൊക്കെ നടക്കും. പക്ഷെ എന്താണോ, നിഷിദ്ധമായ കാര്യങ്ങളുടെ വിഷയത്തിൽ അവർ അശ്രദ്ധരാണ്. നിഷിദ്ധമായ കാര്യങ്ങളുടെ വിഷയത്തിൽ അവർ അശ്രദ്ധരാണ്. അവര് എപ്പോഴെങ്കിലൊക്കെ ഒരവസരം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അശ്രദ്ധമായിക്കൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ തിന്മകൾ ചെയ്തു പോകുന്ന, ഹറാമുകൾ ചെയ്തു പോകുന്ന ആളുകളാണ്. ഹറാമിന്റെ വിഷയത്തിൽ അവർക്ക് അത്ര ഗൗരവം ഉണ്ടാകൂല. അതൊന്നിപ്പോ ഈ കാലത്ത് അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചാൽ നടക്കൂല. ഇന്നിപ്പോ എങ്ങനെ പലിശ നമ്മളെങ്ങനെ ഒഴിവാക്കുക? അതൊന്നും കഴിയില്ല. ഒരങ്ങാടി പോയി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഒരു തുണി വാങ്ങണമെങ്കിൽ ഇന്ന് 3/4 കയ്യേ കിട്ടാളൂ. എന്താ ചെയ്യുക? അതേ കിട്ടാളൂ. അപ്പൊ എന്താ, നമ്മളും വാങ്ങിയിട്ട് തന്നെ, നമ്മളും വാങ്ങിക്കൊടുക്കന്നെ, കുട്ടികൾക്കും അതന്നെ. അങ്ങനെ തീരുമാനിക്കാണ്. അങ്ങനെ ഹറാമുകളുടെ വിഷയത്തിൽ ഒരു ലാഘവം. ഇന്നിപ്പോ എല്ലാവരും അങ്ങനെ തന്നെ, നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആയാലേ നടക്കുള്ളൂ. അതിന്റെ വിഷയത്തിലൊന്നും അല്ലാതെ മസിൽ പിടിച്ചിട്ടൊന്നും കാര്യം, ഇതൊരു റസൂലിന്റെ കാലം എന്നല്ലല്ലോ എന്ന് പറഞ്ഞുങ്ങാണ്ട് തിന്മകളെ ലഘൂകരിക്കുക. ഒരു നിസ്കരിക്കണ്ട്, 5 നേരത്തെ നിസ്കാരമുണ്ട്, ഒരു നോമ്പൊക്കെ ഉണ്ട്, ഒരു സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഹാജിമാരാണ്. പക്ഷേ തിന്മകളുടെ വിഷയത്തിൽ അതിനെ ലഘൂകരിച്ച് കാണുക, അശ്രദ്ധമായി പോവുക. അവർ തിന്മകൾ ചെയ്യുന്നവരായിരിക്കും. ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച ആളുകളാണ് അവർ. ഇനി രണ്ടാമത്തെ വിഭാഗം ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമിൻഹും മുഖ്തസിദുൻ, അവരുടെ ഇടയിൽ ഒരു മിതവാദികളായ ആളുകളുണ്ട്. അവരുടെ ഇടയിൽ ആരുണ്ട്? മിതവാദികളായ ആളുകളുണ്ട്, ഒരു മിതത്വം കാത്തു സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. അവരെ കുറിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവർ നന്മകൾ അഥവാ
പിന്നെ നിർബന്ധമായ കാര്യങ്ങൾ, വാജിബാത്തുകളുടെ വിഷയത്തിൽ കണിശതയുള്ള ആളുകളാണ്. അവർ നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യും. വാലിമുലി നഫ്സി എന്ന് പറഞ്ഞാൽ അവരെ പറഞ്ഞ പോലെ തന്നെ നിർബന്ധമായ കാര്യങ്ങൾ അതവർ ചെയ്യും, അതിൽ വിട്ടുവീഴ്ചയില്ല. ഹറാമുകൾ, അതിന്റെ വിഷയത്തിൽ വാലിമുലി നഫ്സി അവരെ പോലെ അല്ല. അവര് ഹറാമുകൾ ഒഴിവാക്കുന്ന ആളുകളാണ്. ഹറാമുകൾ എന്ത് ചെയ്യും? ഒഴിവാക്കും. ഹറാമുകൾ അവർ പൂർണ്ണമായും ഒഴിവാക്കും. എന്നാൽ ഐച്ഛികമായ സുന്നത്തുകളുടെ വിഷയത്തിൽ അവർ അലംഭാവം കാണിക്കും. അധികമായി നേടിയെടുക്കാൻ കഴിയുന്ന സുന്നത്തുകൾ, അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന എത്ര വലിയ അവസരങ്ങളും നിഅമത്തുമാണ് സുന്നത്തുകൾ എന്ന് പറഞ്ഞത്. പക്ഷേ അവർ അതിന്റെ വിഷയത്തിൽ അശ്രദ്ധരായിരിക്കും. അത് സുന്നത്തല്ല, അത് കുഴപ്പമില്ല. സുന്നത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് എന്തോ രണ്ടാം തരം സുന്നത്തല്ലേ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മദ്രസയിലൊക്കെ പഠിച്ചത് നമുക്ക് അതിൽ നിന്ന് ഓർമ്മയുള്ള എന്താണ്? ഒഴിവാക്കിയാൽ കുഴപ്പമില്ലാത്തത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുണ്ട്, പക്ഷെ ഒഴിവാക്കിയാൽ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ഒഴിവാക്ക എന്നുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു ഇളവ് അതെടുക്കുന്ന മനുഷ്യന്മാർ. അതുപോലെ തന്നെ വെറുക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, മക്രൂഹായ കാര്യങ്ങൾ. ചെയ്താതുകൊണ്ട് ശിക്ഷ ഒന്നും കിട്ടാനില്ല, പക്ഷെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിന്റെ വിഷയത്തിൽ അപ്പൊ അങ്ങനെ ഹറാമൊന്നല്ലോ, നമ്മൾ ഹറാം ഒഴിവാക്കണില്ലേ, ഹറാം നമ്മൾ ഒഴിവാക്കണ്ടല്ലോ, ഇതങ്ങനെ ഹറാമൊന്നല്ല. അതുകൊണ്ട് അതിപ്പോ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, തിരക്കടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവര് സുന്നത്തായ കാര്യങ്ങളുടെ വിഷയത്തിൽ അലംഭാവം കാണിക്കും. കറാഹത്തുകൾ ചെയ്യണതിലോട്ട് മടിയുണ്ടാവില്ല. അവരാണ് ആര്? വമിൻഹും മുഖ്തസിദ്. അവരുടെ കൂട്ടത്തിൽ ഒരു ഇടത്തരക്കാര്, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, നമ്മൾ ഹറാമൊന്നും ചെയ്യണില്ല, നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്തും പോകുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ഓക്കെയാണ് എന്ന് വിചാരിച്ച് സുന്നത്ത് ഒഴിവാക്കുന്നതിൽ മടിയില്ലാത്ത, അതുപോലെ തന്നെ കറാഹത്തുകളുടെ അത് ചെയ്യണതിൽ മടിയില്ലാത്ത ആളുകൾ, അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. സഹോദരങ്ങളെ, ഈ ആദ്യത്തെ രണ്ട് വിഭാഗം ആൾക്കാരെ പ്രശ്നം എന്താ? നമ്മളിപ്പോ ഈ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോകുമല്ലോ, അപ്പൊ നമ്മളിങ്ങനെ ഒരു കൊട്ടയും കൊണ്ട് ഇങ്ങനെ നടന്ന് നമുക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ തട്ടിയിടുമായിരിക്കും. നമുക്ക് വേണ്ടത് മാത്രം ഇങ്ങനെ റാക്കുമെന്ന് ഇങ്ങനെ എടുക്കും, ബാക്കിയൊക്കെ അവിടെ ഇങ്ങനെ തീർക്കും. അത് നമുക്ക് വേണ്ട, അത് അവിടെ തന്നെ വെക്കും. ചില ആൾക്കാരുടെ വിചാരം ദീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹൈപ്പർ മാർക്കറ്റ്, അങ്ങനെ ഒരു സങ്കല്പത്തിലാണ് ചില ആൾക്കാരുള്ളത്. അവിടുന്ന് നമുക്ക് വേണ്ടതൊക്കെ മാത്രം ഇങ്ങനെ പെറുക്കിയെടുക്കുക, ബാക്കിയല്ല അത് പറ്റൂല, അത് നടക്കില്ല, അത് ഇന്നും പറ്റൂല, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. സഹോദരങ്ങളെ, ദീൻ എന്ന് പറഞ്ഞാലേ ഒരു ഹൈപ്പർ മാർക്കറ്റ് അല്ല. നമുക്ക് വേണ്ടത് എടുക്കാനും വേണ്ടാത്ത ഒഴിവാക്കാനും അങ്ങനത്തെ ഒരു സംവിധാനം ഇവിടെ ഇല്ല. അതാണ് ആദ്യം നിങ്ങൾ ഓതിക്കേൽപ്പിച്ച ആയത്തുകളൊക്കെ ഉള്ളതാണ്. ഒരു മുഅ്മിനോ മുഅ്മിനത്തിനോ ഒരു കാര്യം ദീനിൽ തീരുമാനിക്കപ്പെട്ടിട്ട് പിന്നെ അതിൽ അങ്ങോട്ട് ചിങ്ങട്ട് ആ പരിപാടി ഇവിടെ ഇല്ല. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് മതമല്ല. നമുക്ക് തോന്നിയത് എടുക്കാനും അല്ലാത്തത് ഒഴിവാക്കാനും പറ്റുന്ന അങ്ങനത്തെ ഒരാശയമല്ല ഇത്. അങ്ങനത്തെ ഒരു ദീനല്ല. ദീൻ എന്ന് പറഞ്ഞാൽ പരിപൂർണമായി പ്രവേശിക്കാനുള്ളതാണ്. അല്ലാതെ ഇവിടെ ആ പറഞ്ഞ നിലക്കുള്ള ഈ ഇടനിലക്കാരായ ഒരു മിതത്വം പാലിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർ അവര് ദീനിന്റെ ആളുകളല്ല സഹോദരങ്ങളെ. ഒരു ഉമ്മത്തിങ്ങളെന്ന് പറഞ്ഞ് കൊടി പിടിച്ചാടുന്നോണ്ട് കാര്യമില്ല. അങ്ങനെയല്ല വേണ്ട, പരിപൂർണമായിക്കൊണ്ട് ദീനിൽ പ്രവേശിക്കണം. അല്ലെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളിപ്പോ ധാരാളം കേൾക്കുകയാണ് ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അസ്ലിം, നീ മുസ്ലിം ആകണം എന്ന് പറഞ്ഞ എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി? ഞാനിതാ പരിപൂർണമായി കൊണ്ട് അള്ളാഹുവിൽ സമർപ്പിച്ചിരിക്കുന്നു. അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഇരുലോക രക്ഷിതാവിന്റെ മുമ്പിൽ ഞാനിതാ സകലം സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ ഇതിലൊരു വിട്ടുവീഴ്ചയില്ല. ചില കാര്യങ്ങൾ അങ്ങനെയില്ല, ഒരു നീക്കുപോക്കുമില്ല, പരിപൂർണമായ സമർപ്പണം. സഹോദരങ്ങളെ, അതാണ് ഇസ്ലാം. നമുക്ക് വേണ്ടതെടുക്കലും വേണ്ടാത്തത് ഒഴിവാക്കലും അതല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ. പരിപൂർണമായ പ്രവേശനം, പരിപൂർണമായ സമർപ്പണം, അതാണ്. ഇനി മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ കാണുക. വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അവരുടെ കൂട്ടത്തിൽ സാബിഖുൻ ബി ഖൈറാത്ത് ഉണ്ട്. ആരാണ് ഈ സാബിഖുൻ ബി ഖൈറാത്ത്? നന്മകളിൽ മത്സരിച്ചു മുൻകടന്ന ആളുകൾ, സാബിഖീങ്ങളാണ് അവർ. അതാണ് സൂറത്ത് വാഖിയയിൽ കാണാൻ സാധിക്കും. വസ്സാബിഖൂന സാബിഖൂൻ, മുൻകടന്നവർ തന്നെ. അഥവാ ദുനിയാവിൽ നന്മകളുടെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ മുൻകടന്നവരാരുണ്ടോ, വസ്സാബിഖൂൻ അസ്സാബിഖൂൻ, അവർ പരലോകത്തും മുൻകടന്നവർ തന്നെയായിരിക്കും. സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്നവർ, അവിടെയും അവർ മുന്നിലായിരിക്കും.
ആ സാബിഖീങ്ങളെ കുറിച്ച് പറഞ്ഞിടത്ത് നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ മുഫസ്സിറുകൾ പറയുന്നു, അവർ 70,000 ആയിരിക്കും. അവർ 70,000 ആയിരിക്കും. സാബിഖൂൻ എന്ന് പറഞ്ഞാൽ 70,000 ആളുകളായിരിക്കുന്നതാണ്. 70,000 ആളുകൾ മനസ്സിലാക്കുക. അഥവാ അവർ ദുനിയാവിൽ മത്സരിച്ചു മുന്നേറിയവരാണ്. അവർ പരലോകത്തും മുന്നിട്ട് നിൽക്കുന്നവരായിരിക്കുന്നു. സഹോദരങ്ങളെ, നമുക്ക് എത്തിപ്പെടേണ്ടത് അവിടെയാണ്. എങ്ങനെ ഈ അഡ്ജസ്റ്റ്മെന്റ് മതം കൊണ്ട് എങ്ങനെ സാധിക്കുക? ഒരു മിനിമം മുസ്ലിമായിട്ട് എങ്ങനെയാണ് സാധിക്കുക? എന്താ മിനിമം മുസ്ലിം എന്ന് പറഞ്ഞാൽ? ഒരു മുസ്ലിമായി അറിയപ്പെടാൻ ഏറ്റവും മിനിമം എന്ത് വേണോ അതൊക്കെ ഉണ്ടാകുക. നിസ്കരിച്ച കുഴപ്പമില്ല, മുസ്ലിമാണ്. നോമ്പോറ്റാ മുസ്ലിമായി അല്ലേ? അങ്ങനെ ഏറ്റവും മിനിമം എന്താണോ വേണ്ടത് അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാതിരിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ ആ സൂപ്പർ മാർക്കറ്റ് മതക്കാരുണ്ടല്ലോ, ആ 2 ഗണങ്ങളിൽപ്പെട്ട ആളുകൾ. ഹറാമുകൾ കുറച്ചൊക്കെ ചെയ്താലും തിരക്കടില്ല എന്ന് വിചാരിക്കണോർ, സുന്നത്തുകൾ അത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കണോർ, കറാഹത്തുകൾ ചെയ്താലും കുഴപ്പമില്ല എന്ന് വിചാരിക്കണോർ, അങ്ങനത്തെ ആളുകൾ. സഹോദരങ്ങളെ, അവിടെയല്ല നമുക്ക് പെടേണ്ടത്. സാബിഖും ബിൽ ഖൈറാത്ത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവർ വാജിബാത്തുകളിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നവരായിരിക്കും. വാജിബാത്തുകളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഹറാമുകളുടെ വിഷയത്തിൽ ഏറെ കണിശത കാണിക്കുന്നവരായിരിക്കും. ഒരു നിലക്കും ഒരു ദുഷിച്ച കാര്യവും എന്റെ ജീവിതത്തിൽ കടന്നു വന്നുകൂടാ എന്ന നിർബന്ധ ബുദ്ധിയുള്ള ജാഗ്രതയുള്ള ആളുകളായിരിക്കും. അതുപോലെ തന്നെ സുന്നത്തുകൾ, അവിടെയാണ് ഇവർ സാബിഖും ബിൽ ഖൈറാത്ത് ആകുന്നത്. നന്മകളിൽ മുൻകടക്കുന്നവർ, മത്സരിക്കുന്നവർ, പരസ്പരം മത്സരിച്ചോടുന്നവർ, അങ്ങനെ ആയിരിക്കും അവരുണ്ടാകുക. കറാഹത്തുകൾ അതിപ്പോ ചെയ്താലും തിരക്കടില്ലല്ലോ എന്നല്ല അവർ വിചാരിക്കുക. ഇത് ഒഴിവാക്കിയാൽ എന്റെ റബ്ബിന് അതാണല്ലോ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇത് ഒഴിവാക്കുന്നു എന്നാണ് അവർ വിചാരിക്കുക. ശരി, അങ്ങനെ എല്ലാ നിലക്കും പരിപൂർണമായ ഇസ്ലാമിലേക്കുള്ള പ്രവേശനം, പരിപൂർണമായ സമർപ്പണം, അതാണ് മൂന്നാമത്തെ വിഭാഗം. ആദ്യത്തെ 2 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് പറയാത്ത ഒരു കാര്യം മൂന്നാമത്തെ വിഭാഗത്തെ പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിച്ചേർത്തു. എന്താ? വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് പണിയുണ്ട്. അതുകൊണ്ടാണ് ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി എന്ന് റബ്ബ് അവിടെ ചേർത്ത് പറഞ്ഞു. അള്ളാഹുവിന്റെ അനുമതി ഉള്ളവർക്ക് ആ കൂട്ടത്തിൽ എത്തിപ്പെടുക സാധ്യമാകൂ. അള്ളാഹുവിന്റെ വല്ലാത്ത നിഅമത്ത്, അള്ളാഹുവിന്റെ വല്ലാത്ത റഹ്മത്ത്, ബറക്കത്ത് അത് ലഭിക്കുന്നവർക്കേ ഈ മൂന്നാമത് പറഞ്ഞ വിഭാഗത്തിൽ എത്തിപ്പെടുക സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് അതിന് കുറച്ച് അധ്വാനമാണ്. അതിന് കുറച്ച് നമ്മൾ ബോധപൂർവമുള്ള പരിശ്രമങ്ങൾ കാഴ്ചവെക്കേണ്ടതുണ്ട്. നമ്മുടെ ഈമാൻ അതൊന്നുകൂടി ഒന്ന് ഉറക്കേണ്ടതുണ്ട്. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ ദീന് പഠിക്കണം. ദീൻ എന്ന് പറഞ്ഞാൽ ഈ ഉഴപ്പിക്കളിയല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും ദീന് കൃത്യമായി പഠിച്ചു ബോധ്യപ്പെട്ട് അപ്പോഴാണ് പരിപൂർണമായ പ്രവേശനം ഉണ്ടാകുക. ഇൽമുള്ളവർക്കേ ഈമാനും അമലൊക്കെ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദീന് കൃത്യമായി പഠിക്കുക. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മിനിമം മുസ്ലിമായി ജീവിക്കലല്ല, നേരെ മറിച്ച് സാബിഖും ബിൽ ഖൈറാത്ത് എന്ന് പറഞ്ഞിടത്താണ് റബ്ബ് അങ്ങനെ വിളിച്ചവരുടെ, അങ്ങനെ പരിചയപ്പെടുത്തിയവരുടെ കൂട്ടത്തിലാണ് എനിക്ക് എത്തിച്ചേരേണ്ടത് എന്ന ആ ഒരു അർപ്പണ ബോധത്തോടുകൂടി ദീനിനെ സമീപിക്കുക, ദീനിൽ പ്രവേശിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഹജ്ജിന്റെ ഒരു സമയത്തിലേക്കാണല്ലോ നമ്മൾ പ്രവേശിക്കുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇത്തവണ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് പൂർവാധികം ആരോഗ്യത്തോടെ സന്തോഷത്തോടുകൂടി നമ്മിലേക്ക് തിരിച്ചെത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇവിടുത്തെ സ്ഥിരം ഖത്തീബ് ബഹുമാനായ ഹാരിസ് കായക്കൊടി അടക്കം ഉള്ള ആളുകൾ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരോട് നമ്മൾ പ്രാർത്ഥനകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ തിരിച്ച് അവർക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കണം. ലോകത്തൊക്കെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട്
എല്ലാ സമയത്തും നമ്മൾ അവരെയും, പ്രത്യേകിച്ച് പ്രാർത്ഥനകൾക്ക് ഉത്തരം വാഗ്ദാനം ചെയ്യപ്പെട്ടുള്ള സമയങ്ങളിലൊക്കെ അവരെയും നമ്മൾ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ സമയം അവർ ഹജ്ജിലാണ്, നമുക്കും ഒരുപാട് പുണ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രത്യേകിച്ച് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളെന്ന് പറയുന്നത് ഏറെ മഹത്തരമായ പകലുകളാണ്. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും, രാത്രികളെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത് എങ്കിൽ റമദാനിലെ അവസാന 10 രാവുകൾ അതാണ് അവയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന്. എന്നാൽ പകലുകളെക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ ദുൽഹിജ്ജയിലെ ആദ്യ 10 പകലുകൾ അതാണ് പകലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഈ 10 ദിവസങ്ങൾ അത് നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ളതാണ്. എന്തുകൊണ്ട് ഈ ദിവസങ്ങൾ ശ്രേഷ്ഠമാകുന്നു, ഇത്രയേറെ മറ്റു ദിവസങ്ങളെക്കാളും മാസങ്ങളെക്കാളും എല്ലാം ശ്രേഷ്ഠമായി അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഉമ്മഹാത്തുൽ ഇബാദാത്ത്, ഇബാദത്തുകളുടെ ഉമ്മമാര്, അല്ലെങ്കിൽ ഇബാദത്തുകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പ്രാധാന്യമുള്ള ഇബാദത്തുകളെല്ലാം ചേർന്ന് വരുന്ന ദിവസങ്ങളാണത് എന്നാണ്. ശൈലേ, അതിൽ നിസ്കാരമുണ്ട്, അതിൽ നോമ്പുണ്ട്. അറഫാ ദിനത്തിൽ നമ്മൾ നോമ്പ് വെക്കാണ്, അതിൽ നോമ്പുണ്ട്, അതിൽ ഹജ്ജുണ്ട്. ഹജ്ജ് അതൊത്തുവരുന്ന ദിവസങ്ങൾ വേറെ എന്തായാലും ഉണ്ടാവില്ലല്ലോ. അപ്പൊ എല്ലാ ഇബാദത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളെല്ലാം ഒത്തുവരുന്ന ദിവസങ്ങളാണത് എന്ന്. അതുകൊണ്ടാണ് അതിന് ഇത്രയും മഹത്തരമായിക്കൊണ്ട് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്, പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദരങ്ങൾ, ആ നന്മകളൊക്കെ, ഹജ്ജല്ലാത്തതൊക്കെ ഈ നാട്ടിലെക്കുമ്പോൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. ഹജ്ജിന്റെയും പോലും കൂലി കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വലിയ സങ്കടത്തിലാണുള്ളത്, സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് ആ പുണ്യനാട്ടിലെത്തി, അള്ളാഹുവിന്റെ ഭവനത്തിൽ അവിടെ എത്തി, അവിടെ റബ്ബിന്റെ മുമ്പിൽ കുമ്പിട്ട് ആ ഹജ്ജിന്റെ പുണ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയണില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും റബ്ബ് അതിനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഹജ്ജിന് പോകാതെ തന്നെ ഹജ്ജിന്റെ പുണ്യം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സുബഹി നമസ്കാരാനന്തരം പള്ളിയിൽ നമ്മൾ ഇരുന്നോട് തന്നെ ഇരുന്നുങ്ങാണ്ട് ആ ദിക്റുകളിലൊക്കെ മുഴുകി സൂര്യൻ ഉദിക്കുന്നത് വരെയും അതിനുശേഷം പിന്നെ 2 റക്അത്ത് നിസ്കരിച്ച് പിരിയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പരിപൂർണമായ ഹജ്ജ് നിർവഹിച്ച, ഉംറയും നിർവഹിച്ച പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനത്തെ അവസരങ്ങളുണ്ട്. അതല്ലാതെ തന്നെ ഈ 10 ദിവസങ്ങളിൽ വിശേഷാൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെയും ഉണ്ട്. അതൊക്കെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇന്നിപ്പോ ദുൽഖഅദ 27 2 ദിവസം കഴിഞ്ഞാൽ 28, 29 മാസം കാണുകയാണെന്നുണ്ടെങ്കിൽ മറ്റന്നാൾ കഴിഞ്ഞാൽ നമ്മൾ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കുകയായി. അങ്ങനെയെങ്കിൽ ദുൽഹിജ്ജ 1 മുതൽ, അഥവാ ദുൽഹിജ്ജ 29-ന് ദുൽഖഅദ 29-ന് നമ്മൾ മാസം കണ്ടു കഴിഞ്ഞാൽ ആ മഗ്രിബ് മുതൽ തന്നെ നമ്മൾ ദുൽഹിജ്ജ മാസത്തിലാണ് പിന്നെ ഉള്ളത്. അപ്പോ ഉളുഹിയ്യത്ത് നിശ്ചയിച്ച ആളുകളുണ്ട് എങ്കിൽ, അത് നിയ്യത്താക്കിയ ആളുകളുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ദിവസം മുതൽ തന്നെ ദുൽഹിജ്ജയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് മുതൽ തന്നെ പിന്നെ നമ്മൾ നഖം വെട്ടുക, അല്ലെങ്കിൽ തലമുടി നീക്കം ചെയ്യുക, താടി വെട്ടുക, മീശ വെട്ടുക, ഇതൊന്നും പിന്നെ പാടുള്ളതല്ല. നമുക്ക് ഫിത്രത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷേ അതുപോലും പിന്നെന്താണ്, ഈ 10 ദിവസങ്ങൾ, നമ്മുടെ ഈ 10 ദിവസവും എന്നല്ല, നമ്മുടെ ഒരുവിനെ അറുക്കുന്നത് വരെയും, നമ്മുടെ ഒരുവിനെ ഉളുഹിയ്യത്ത് വരെയും നമ്മൾ പിന്നെ എന്ത് ചെയ്യരുത്, ഈ മുടി വെട്ടുക, അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് മറ്റുള്ള രോമങ്ങൾ, കക്ഷരോമം നീക്കലടക്കം ശരീരത്തിൽ നിന്ന് രോമങ്ങൾ നീക്കം ചെയ്യുക, അതുപോലെ നഖം വെട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയും നമ്മൾ ചെയ്യാൻ പാടുള്ളതല്ല. അത് ഉളുഹിയ്യത്ത് നിശ്ചയിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹറാമാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ആ വിഷയം നിയ്യത്താക്കിയ ആളുകൾ, ഒരു കുടുംബത്തിലാണെങ്കിൽ കുടുംബനാഥനായിരിക്കും നിയ്യത്ത് ചെയ്തിട്ടുണ്ടാകുക. അപ്പൊ അദ്ദേഹം മാത്രം മതി, ആ കുടുംബത്തിലെല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. ആരാണോ ആ കുടുംബത്തിൽ നിന്ന് അതിന്റെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ളത്, നിയ്യത്താക്കിയിട്ടുള്ളത്, അവരാ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളത് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നന്മകളിൽ മുന്നേറാൻ, നന്മകൾ വാരിക്കൂട്ടാൻ, പ്രതിഫലങ്ങൾ എമ്പാടും നേടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയും ചെയ്ത, രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പരിപൂർണമായി വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.
നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി നൽകുമാറാകട്ടെ, പ്രകാശപൂരിതമാക്കി നൽകുമാറാകട്ടെ. അവരെയും നമ്മയും പാപമുക്തരായി റബ്ബാവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു പരിപൂർണമായ ശിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കടബാധ്യതകൾ കൊണ്ട്, സാമ്പത്തികമായ പരാധീനതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു റിസ്ഖിനെ വിശാലമാക്കുകയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിടുതൽ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم حاسبنا حسابا يسيرا. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.